Civil Service Simplifier. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിന്റെ കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചല്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അത് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇതിനെ ആസ്പദമാക്കി സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയോട് സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് വെച്ച് സുപ്രീം കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഈ ജഡ്ജിനെ പുറത്താക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ജഡ്ജിനെ പുറത്താക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ജഡ്ജിനെ പുറത്താക്കാനുള്ള കാരണങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതും കൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ജഡ്ജിനെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് പറ്റില്ല. പുറത്താക്കാൻ പറ്റുന്നത് പ്രസിഡൻഷ്യൽ ഓർഡർ വേണം. പ്രസിഡന്റ് ഓർഡർ ഇഷ്യൂ ചെയ്താൽ മാത്രമേ ഒരു ജഡ്ജിനെ പുറത്താക്കാൻ പറ്റില്ല. എന്നാൽ പ്രസിഡന്റിനെ അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല. കാരണം പാർലമെന്റ് ഒരു മോഷൻ ഇറക്കി ആ മോഷൻ പാർലമെന്റ് പാസ്സാക്കിയാൽ മാത്രമേ പ്രസിഡന്റിന് ഒരു റിമൂവൽ ഓർഡർ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 പറയുന്നുണ്ട്. ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ലോക്സഭയിലാണെങ്കിൽ ഒരു 100 MP സൈൻ ചെയ്തിട്ട് ഒരു നോട്ടീസ് കൊടുക്കണം. ഇനി രാജ്യസഭയിലാണെങ്കിൽ 50 MP സൈൻ ചെയ്തിട്ട് ഒരു നോട്ടീസ് കൊടുക്കണം. അതിനുശേഷം സ്പീക്കർ ചെയർമാൻ അത് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഒരു എൻക്വയറി കമ്മിറ്റി 3 മെമ്പർ എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കും. ആ 3 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഏതെങ്കിലും ഒരു ജഡ്ജ് ആയിരിക്കും. രണ്ടാമത്തെ മെമ്പർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കും. മൂന്നാമത്തത് ഡിസ്റ്റിങ്ക്ട് ജൂറിസ്റ്റ്. ഇങ്ങനെ 3 പേരാണ് ഉണ്ടാവുക. അവരതിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ആ ജഡ്ജിന്റെ മേലുള്ള അലിഗേഷൻ എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും പാർലമെന്റിന്. എന്നാൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൽ അതൊരു ഫേക്ക് കേസ് ആണ്, അലിഗേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഈ എൻറ്റയർ പ്രോസസ് അവിടെ സ്റ്റോപ്പ് ആവും. അല്ല, ഇവര് അലിഗേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എൻക്വയറി കമ്മിറ്റി ആ ഒരു ജഡ്ജ് ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർദർ പ്രൊസീജിയേഴ്സ് വരും. അതായത് ഒരു മോഷൻ, അതായത് റിമൂവൽ മോഷൻ എന്ത് ചെയ്യും, പാർലമെന്റിൽ രാജ്യസഭയിൽ വേറെ ലോക്സഭയിൽ വേറെ ഇറക്കിയതിനു ശേഷം രണ്ടുപേരും എന്ത് ചെയ്യണം, 2/3 ടോട്ടൽ മെമ്പർഷിപ്പിൽ പ്രസന്റും ചെയ്തിട്ട് വോട്ടും ചെയ്ത് അത് പാസ്സാക്കിയാൽ മാത്രമേ ഈ ഒരു മോഷൻ പാസ്സാകുകയുള്ളൂ. അതിനുശേഷം പ്രസിഡന്റ് എന്ത് ചെയ്യും, റിമൂവൽ ഓർഡർ ഇഷ്യൂ ചെയ്യും. അതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അങ്ങനെ പ്രസിഡന്റ് ഒരു റിമൂവൽ ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജഡ്ജിനെ പുറത്താക്കപ്പെടും. എന്നാൽ കൺട്രിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇംപീച്ച്മെന്റ് നടന്നിട്ടുണ്ട്, ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു ജഡ്ജിനെ പോലും ഇംപീച്ച് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ, അതായത് റിമൂവ് ചെയ്തിട്ടില്ല. എന്നാൽ ഇംപീച്ച് എന്ന് പറഞ്ഞ ഒരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്നുമില്ല. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഭരണഘടന എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ജഡ്ജിനെ പുറത്താക്കാൻ പറ്റുക എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പ്രൂവൺ മിസ്കണ്ടക്ട് ആണ്, രണ്ടാമത്തത് ഇൻകാപ്പബിലിറ്റി. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ജഡ്ജിനെ പുറത്താക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നാൽ ഈ 2 ടേമും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇതിന്റെ മീനിങ് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനുള്ള അധികാരമുള്ളത് 2 പേർക്കാണ് ഇതിനെ ഇന്റർഫിയർ ചെയ്യാനുള്ളത്. ഒന്ന് നമ്മുടെ പാർലമെന്റ് ആണ്, രണ്ടാമത്തത് ജുഡീഷ്യറിക്കാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കമന്റ് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. And thanks for watching me and stay tuned for another video. Okay, thank you.